ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൂരജാണ്. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, സൗണ്ട് റെസ്റ്റാണ്. ഇപ്പം ഇച്ചിരി കുറച്ച് സൗണ്ട് പുറത്ത് വന്നപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 4-5-6-7 ദിവസമായിട്ട് ഒട്ടും സൗണ്ട് പുറത്തെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പലരും വിളിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് മെസ്സേജ് അയക്കും, എനിക്ക് സൗണ്ട് റെസ്റ്റാണ്, സംസാരിക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ പലർക്കും അത് മനസ്സിലായില്ല. സൗണ്ട് റെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാവാതെ പലരും എന്നോട് ചോദിക്കുകയാണ്, സിനിമാ നടൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ജാടയാണോ, ഇതുപോലത്തെ നമ്മൾ എത്ര എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്, നീ സംസാരിക്കേണ്ട. ഇനോഗ്രേഷനെ വിളിക്കുന്ന ആളോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ വേറെ ആൾക്കൊണ്ട് ഫോൺ എടുപ്പിക്കും. അവന് സംസാരിക്കാൻ പറ്റില്ല, അവനെ നമുക്ക് വേണ്ട. ഇപ്പം നമുക്കറിയാം, ഉത്സവങ്ങളുടെ കാലമാണ്. ഉത്സവങ്ങൾക്ക് വീഡിയോസ് ഞാൻ ആദ്യം ചെയ്തു കൊടുക്കാറുണ്ട്, പണ്ടേ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മളാരുമല്ല, നമ്മളെ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ വീഡിയോ ചെയ്തു കൊടുക്കാറുണ്ട്, വിഷസ്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ ചെയ്താലും വെള്ളി വീഴും. സംസാരിക്കുമ്പോൾ ഒരു വലിയ ഡയലോഗ് പറയുമ്പോൾ വെള്ളി വീണ് പോകുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ പനിയും സൗണ്ടും ഇല്ല. സൗണ്ട് കൊണ്ട് കൂടി ജീവിക്കാണല്ലോ. ഒരു പരിപാടിക്ക് പോകുമ്പോൾ, ഇനോഗ്രേഷന് പോകുമ്പോൾ മൈക്കെടുത്ത് 2 വാക്ക് പറയണ്ടേ. അതുകൊണ്ട് ഒരുപാട് പരിപാടികളും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതൊന്നും നമ്മളെ മനസ്സിലാക്കാതെ അത് സിനിമയിൽ വന്നതിൻ്റെ ജാടയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മളെ മനസ്സിലാക്കാത്തത് അത് ഒടയ തമ്പുരാനാണെങ്കിലും അദ്ദേഹനെ കൊണ്ട് എത്ര ഗുണം നമുക്ക് കിട്ടുകയാണെങ്കിലും അങ്ങ് മാറ്റി നിർത്തുക. ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പം സ്വർണം കൊണ്ട് കൂടെ തീർത്ത് അതിൽ ജീവിക്കുക, അത് ബന്ധനം തന്നെയാണ്. അതുപോലെ നമുക്ക് ടോക്സിക്കായിട്ട് തോന്നുന്ന വ്യക്തികൾ, ബന്ധങ്ങൾ ഒഴിവാക്കിയാൽ കിട്ടുന്ന ലാഭം പണം കൊണ്ടുണ്ടാക്കുന്ന കൊട്ടാരത്തിനെക്കാട്ടും വലിയ ലാഭമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ടൊന്നും വിചാരിക്കുന്നില്ല. എന്നെക്കുറിച്ച് ആർക്കെങ്കിലും മോശമായി തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്താഗതിയെ മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് സൗണ്ട് റെസ്റ്റാണ്. പലർക്കും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ജാട എന്ന് പറയാനാണെങ്കിൽ ഈ ഒരു സിനിമയിൽ നായകനായി വേഷം ചെയ്തുകൊണ്ട് ജാട കാണിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ എൻ്റെ ജീവിതം ഇവിടെ വെച്ച് തീർന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒന്നും ആയിട്ടില്ല. തുടക്കം കാല് വെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടല്ല, മനുഷ്യനാണ്, പനി വരും, അസുഖങ്ങൾ വരും. അത് വരാതിരിക്കാൻ ഞാൻ സൂപ്പർമാനൊന്നുമില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക. ബൈ.